അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് തെർമൽ എഞ്ചിനീയറിങ്ങിനകത്ത് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസിനെ കുറിച്ച് പഠിക്കാം. എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസിനകത്ത് മെയിനായിട്ട് ഓട്ടോ സൈക്കിളും അതുപോലെ ഡീസൽ സൈക്കിളുമാണ് വരുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട്, അത് പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് തെർമോഡൈനാമിക്സിന്റെ കുറച്ച് ബേസിക്സ് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കിടക്കാം. ബേസിക് ഇക്വേഷൻ അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ PV = mRT, ഇതാണ് ഇക്വേഷൻ. അതിൽ P എന്ന് പറയുന്നത് പ്രഷർ, V എന്ന് പറയുന്നത് വോളിയം, M മാസ്, R എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. അതുപോലെ ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് എല്ലാം SI യൂണിറ്റിൽ തന്നെ ഇടണം. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്, ബാക്കി പ്രഷറിന്റെ പാസ്കൽ, വോളിയത്തിന്റെ മീറ്റർ ക്യൂബ്, ഇങ്ങനെ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇനി അടുത്തത് ഒന്ന് രണ്ട് തെർമോഡൈനാമിക് പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കാം. അതിൽ ഒന്നാമത്തതാണ് ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോബാറിക് പ്രോസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിലെ PV ഡയഗ്രാം നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഗ്രാഫ് വരുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും, 1 to 2. ഇതായിരിക്കും ഐസോബാറിക് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഐസോബാറിക് പ്രോസസ് ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള PV റിലേഷൻ അല്ലെങ്കിൽ PVT റിലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു റിലേഷൻ ഉണ്ട്, P1V1/T1 = P2V2/T2. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഇത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്നുണ്ടാക്കിയിരിക്കുന്നതാണ്. M കോൺസ്റ്റന്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. രണ്ട് സ്റ്റേറ്റുകളായിട്ട് എടുത്താൽ നമുക്ക് എഴുതാൻ പറ്റും. P1V1/T1 = P2V2/T2 എന്ന് എഴുതാം. അപ്പൊ ഇവിടുത്തെ കേസിൽ ഐസോബാറിക് പ്രോസസ് ആണ് എന്ന് പറഞ്ഞാൽ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. 1ലെയും 2ലെയും പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ P1ഉം P2ഉം കൂടെ കട്ട് ചെയ്ത് പോയി നമ്മുടെ ഇക്വേഷൻ വരുന്നത് V1/T1 = V2/T2 എന്ന് വരും. ഇതാണ് ഐസോബാറിക് പ്രോസസ്സിന്റെ PVT റിലേഷൻ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇനി അതുപോലെ ഐസോബാറിക് പ്രോസസ്സിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ നമുക്കറിയാം, ഒന്നുകിൽ mCp∆T, ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ ഒന്നുകിൽ mCp∆T അല്ലെങ്കിൽ mCv∆T. ഇവിടെ കോൺസ്റ്റന്റ് പ്രഷറിലാണ് പ്രോസസ് ആയതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ mCp∆T എന്നായിരിക്കും. ക്യൂവിന്റെ ഇക്വേഷൻ mCp∆T. അപ്പൊ ഇത് രണ്ടും ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ അടുത്ത പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്. ഐസോകോറിക് പ്രോസസ് എന്ന് പറയുമ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഐസോകോറിക് പ്രോസസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ഗ്രാഫ് വരുന്നത് PV ഡയഗ്രാം നമ്മൾ കൺസിഡർ ചെയ്താൽ ഒരു വെർട്ടിക്കൽ ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടും ഐസോകോറിക് പ്രോസസ്. അപ്പോ അതിന്റെ PV റിലേഷൻ വരുന്നത് P1/T1 = P2/T2 ഇങ്ങനെയായിരിക്കും. അതുപോലെ അതിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ mCv∆T എന്നായിരിക്കും. മറ്റേത് ഐസോകോറിക് ആകുമ്പോൾ mCp∆T, ഐസോബാറിക് ആയപ്പോഴത്തേക്ക് mCp∆T, ഐസോകോറിക് ആയപ്പോഴത്തേക്ക് mCv∆T. കാരണം കോൺസ്റ്റന്റ് വോളിയമാണ്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. പിന്നെ CP/CV എന്ന് പറയുന്നത് അറിയാം, CPയും CVയും സ്പെസിഫിക് ഹീറ്റുകളാണ്. ഇവരെ വിളിക്കുന്നത് സ്പെസിഫിക് ഹീറ്റ്സ് എന്നാണ്. സ്പെസിഫിക് ഹീറ്റ്സ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അതുപോലെ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, അതാണ് CP ആൻഡ് CV എന്ന് പറയുന്നത്. ഇനി ഒരു പ്രോസസ്സും കൂടെ ഒന്ന് നോക്കണം, അഡയബാറ്റിക് പ്രോസസ്. അഡയബാറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത പ്രോസസ്സിനെയാണ് നമ്മൾ അഡയബാറ്റിക് പ്രോസസ് എന്ന് വിളിക്കുന്നത്. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത പ്രോസസ്സിനെയാണ് അഡയബാറ്റിക് പ്രോസസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ക്യൂവിന്റെ വാല്യൂ, ക്യൂ എന്ന് പറയുന്നത് ഹീറ്റ് ആണ്, ഹീറ്റിന്റെ വാല്യൂ 0 ആയിരിക്കും. അവരെ PV വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് PV⁻⁴ ഈസ് എ കോൺസ്റ്റന്റ്, ഇങ്ങനെയായിരിക്കും നമ്മൾ അവരെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും P1V1⁻⁴ = P2V2⁻⁴ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഇനി ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള റിലേഷൻ T2/T1 = P2/P1⁻⁻1/γ. അതുപോലെ T2/T1 = V2/V1, വോളിയത്തിന്റെ വെച്ച് എഴുതുവാണെങ്കിൽ V2/V1⁻1 - ഇങ്ങനെയും എഴുതാൻ പറ്റും. അപ്പൊ ഈ 3 ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ അതിന്റെ ഗ്രാഫ് വരുന്നത്, PV ഡയഗ്രാം വരുന്നത് ഒരു
കർവ്ഡ് ലൈനായിട്ടായിരിക്കും, സ്ലോപ്പ് കൂടിയ ഒരു കർവ്ഡ് ലൈനായിട്ടായിരിക്കും പി വി ഡയഗ്രാം വരുന്നത്, അഡയബാറ്റിക് പ്രോസസ്സിന്റെ പി വി ഡയഗ്രാം വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക, ബേസിക്സിൽ ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് എയറിന്റെ CP/CV ഗാമ വാല്യൂ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. അപ്പോൾ എയർ നമുക്ക് ചിലപ്പോൾ ചോദ്യത്തിൽ അത് തരത്തില്ല, അപ്പൊ നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. എയറിന്റെ CP വാല്യൂ തന്നിട്ടില്ലെങ്കിൽ 1.005 × 10⁻³ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. അതുപോലെ CV എന്ന് പറയുന്നത് 0.718 × 10⁻³ യൂണിറ്റ് സെയിം തന്നെ. R എന്ന് പറയുന്നത് 0.287 അല്ലെങ്കിൽ 287 എന്ന് എടുത്താലും മതി, × 10⁻³ യൂണിറ്റ് സെയിം തന്നെ. അതുപോലെ ഗാമയുടെ വാല്യൂ 1.4. ഈ 4 വാല്യൂസ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, കാരണം ചിലപ്പോൾ ചോദ്യത്തിൽ തരത്തില്ല. ചോദ്യത്തിൽ തന്നിട്ടില്ലെങ്കിൽ ഈ വാല്യൂസ് അസ്യൂം ചെയ്യുക, ചോദ്യത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന വാല്യൂ എടുക്കണം. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളുമാണ്. ഈ ഓട്ടോ സൈക്കിൾ ഡീസൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അത് IC എഞ്ചിന്റെ, നമ്മുടെ ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ, നമ്മുടെ നോർമലി വണ്ടികളിലൊക്കെ യൂസ് ചെയ്യുന്ന IC എഞ്ചിന്റെ ബേസിക് തെർമോഡൈനാമിക് സൈക്കിൾസ് ആണ്. ഒന്ന് ഓട്ടോ സൈക്കിളും അടുത്തത് ഡീസൽ സൈക്കിളും. ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിന്റെ ബേസിക് സൈക്കിളും ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിനുകളുടെ ബേസിക് സൈക്കിളുമാണ്. അപ്പൊ അതിന് മുന്നേ ആയിട്ട്, പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു IC എഞ്ചിന്റെ ഒരു വർക്കിങ്ങിന്റെ കാര്യം, അതിന്റെ വോളിയം ഒക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇതാണ് ഒരു IC എഞ്ചിൻ എന്ന് പറയുന്നത്. ഇതാണ് IC എഞ്ചിൻ എന്ന് പറയുന്നത്. ഇത് സിലിണ്ടർ, ഈ കാണുന്ന ഭാഗം, ഈ ഔട്ടർ റെക്ടാങ്കിൾ എന്ന് പറയുന്നത് സിലിണ്ടർ, എഞ്ചിന്റെ സിലിണ്ടർ. റെക്ടാങ്കിൾ അല്ല, സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. ഈ സിലിണ്ടറിനകത്ത് നമ്മൾ ഒരു പിസ്റ്റൺ എന്ന് പറയുന്ന ഒരു സംഭവം ഇട്ടിട്ടുണ്ട്. ഈ സംഭവമാണ് പിസ്റ്റൺ. അപ്പൊ ഈ പിസ്റ്റൺ ഇങ്ങോട്ട് താഴോട്ടോ മേളിലോട്ടോ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കിട്ടും. പിസ്റ്റൺ മേളിലോട്ടോ താഴോട്ടോ ആയിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോ ഏറ്റവും മേളിലത്തെ പൊസിഷൻ, പിസ്റ്റൺ വന്ന് നിൽക്കുന്ന ഏറ്റവും ടോപ്പ് പൊസിഷൻ അത് ഇവിടെ ആയിരിക്കും. ഇത്രയൊരു ഗ്യാപ്പ് കിടക്കും. പിസ്റ്റൺ ഏറ്റവും മേളിൽ നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ ആയിരിക്കും. ഇതിനെ നമ്മൾ TDC എന്ന് വിളിക്കും. ഏറ്റവും താഴത്തെ പൊസിഷനെ നമ്മൾ BDC എന്ന് വിളിക്കും. അപ്പൊ പിസ്റ്റൺ TDCക്കും BDCക്കും ഇടയിലാണ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. TDC, ഇപ്പൊ നമുക്കതൊന്ന് മാർക്ക് ചെയ്യാം. ഇത് TDC, ഇത് BDC. ടോപ്പ് ഡെഡ് സെന്റർ എന്നും ബോട്ടം ഡെഡ് സെന്റർ എന്നും വിളിക്കും. ഇവർക്കിടയിലുള്ള ആ ഒരു ലെങ്തിനെ, TDC മുതൽ BDC വരെയുള്ള ഈ ഒരു ലെങ്തിനെയാണ് നമ്മൾ സ്ട്രോക്ക് ലെങ്ത് എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സ്ട്രോക്ക് ലെങ്ത് L എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ LS എന്ന് വിളിക്കുന്നത്. ഇനി സിലിണ്ടറിന്റെ ഡയ നമുക്ക് ആണ് സിലിണ്ടറിന്റെ ഡയ. അത് നമുക്ക് D എന്ന് മാർക്ക് ചെയ്യാം. ക്യാപിറ്റൽ ലെറ്റർ D എന്ന് മാർക്ക് ചെയ്താൽ ആ ഡയയെ വിളിക്കുന്ന പേരാണ് ബോർ ഡയ എന്ന് വിളിക്കും. ക്യാപിറ്റൽ D യെ നമ്മൾ വിളിക്കുന്ന പേര് ബോർ ഡയ. അപ്പൊ ബോർ ഡയ അറിയാമെങ്കിൽ നമുക്ക് സിലിണ്ടറിന്റെ ഏരിയ കണ്ടുപിടിക്കാം. πd²/4 എന്നായിരിക്കും സിലിണ്ടറിന്റെ ഏരിയ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഇൻറ്റു സ്ട്രോക്ക് ലെങ്ത്, A ഇൻറ്റു സ്ട്രോക്ക് ലെങ്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ സിലിണ്ടറിന്റെ ആ പിസ്റ്റൺ സ്വീപ്പ് ചെയ്യുന്ന വോളിയം കിട്ടും. അതിനെ നമ്മൾ സ്വെപ്റ്റ് വോളിയം എന്ന് വിളിക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്വെപ്റ്റ് വോളിയം, അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം എന്നും വിളിക്കും. സ്ട്രോക്ക് വോളിയം അല്ലെങ്കിൽ സ്വെപ്റ്റ് വോളിയം, പിസ്റ്റൺ സ്വീപ്പ് ചെയ്യുന്ന വോളിയം. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏരിയ ഓഫ് ദ സിലിണ്ടർ ഇൻറ്റു സ്ട്രോക്ക് ലെങ്ത് ഓഫ് ദ പിസ്റ്റൺ. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. A × L. അതാണ് സ്വെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. ഇനി അതിന്റെ മേളിൽ ഒരു ചെറിയ വോളിയം അവശേഷിക്കുന്നുണ്ട്. അതിനെ നമ്മൾ ക്ലിയറൻസ് വോളിയം എന്നാണ് വിളിക്കുന്നത്. ഈ ഒരു വോളിയം, ഈ മേളിൽ കാണുന്ന ഈ ഇത്രയും ഭാഗത്തൊരു വോളിയത്തിനെയാണ്, പിസ്റ്റൺ ഏറ്റവും ടോപ്പ് ഡെഡ് സെന്ററിൽ ചെന്നാൽ പോലും പിസ്റ്റണിന്റെ മേളിൽ കാണുന്ന അവശേഷിക്കുന്ന ഒരു വോളിയം ഉണ്ട്. അതിനെ നമ്മൾ
ക്ലിയറൻസ് വോളിയം എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് ഓർത്തോളുക. ഇങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ എന്നുള്ളത് ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഇത് ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിന്റെ പേര് എന്ന് പറയുന്നത് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ എന്തുവാണ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ? അങ്ങനെ വിളിക്കാൻ കാര്യം എയർ സ്റ്റാൻഡേർഡ് ഓട്ടോ സൈക്കിൾ അല്ലെങ്കിൽ എയർ സ്റ്റാൻഡേർഡ് ഡീസൽ സൈക്കിൾ എന്നാണ് ഫുള്ളായിട്ട് നമ്മൾ അതിനെ വിളിക്കുന്നത്. എന്തുവാണ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ? നമ്മൾക്കറിയാം, നമ്മുടെ ഇപ്പോൾ പെട്രോൾ എഞ്ചിനായാലും ഡീസൽ എഞ്ചിനായാലും അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ അതിനകത്ത് ആ വർക്ക് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് പ്യുവർ എയർ അല്ല. എയർ കാണും, എയറിന്റെ കൂടെ നമ്മൾ ഫ്യൂവൽ മിക്സ് ചെയ്യും, ഇത് കത്തുമ്പോഴത്തേക്ക് അത് വേറെ ഏതോ ഒരു ബൈ പ്രൊഡക്റ്റ് ആവും. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക, മീഡിയത്തിന്റെ പ്രോപ്പർട്ടി കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. അത് മാത്രമല്ല അതിന്റെ ടെമ്പറേച്ചറും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു റിയൽ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പല പ്രോപ്പർട്ടീസും ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. ഉദാഹരണത്തിന് സ്പെസിഫിക് ഹീറ്റ് CPയും CVയും അതുപോലെ Rഉം, ഈ വാല്യൂസ് ഒക്കെ ടെമ്പറേച്ചർ അനുസരിച്ച് വേരി ചെയ്യും. മിക്ക റിയൽ ഗ്യാസുകളുടെയും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് CP CV വാല്യൂ ഒക്കെ ഇൻക്രീസ് ആയിരിക്കും ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ ബാക്കി പ്രോപ്പർട്ടീസും എല്ലാം വേരി ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഇത് ഒരൊറ്റ ഗ്യാസും അല്ല, ഈ ഗ്യാസ് പല മിക്സ്ചറാണ്. മിക്സ്ചർ അത് കമ്പസ്റ്റൻ നടന്നതിന് ശേഷം വേറെ ഏതോ ഒരു ഗ്യാസ് ആയി മാറും. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് മാറ്റം നടന്നുകൊണ്ടിരിക്കുക ഈ സിലിണ്ടറിനകത്ത്. ഈ ഒരു സൈക്കിൾ നടക്കുമ്പോഴത്തേക്ക്, ഒരു സൈക്കിള് ഐസി എഞ്ചിനകത്ത് ഒരു കമ്പസ്റ്റൻ പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്ക്, അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് വേരിയേഷൻ വന്നാൽ നമുക്ക് ഇത് അനാലിസിസ് നടത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ അനാലിസിസ് നടത്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഒരു അസംഷൻ ചെയ്യും. ഇതിനകത്ത് വർക്കിംഗ് മീഡിയം എന്ന് പറയുന്നത്, നമ്മുടെ IC എഞ്ചിന്റെ വർക്കിംഗ് മീഡിയം എന്ന് പറയുന്നത് പ്യുവർ എയർ ആണ് എന്നൊരു അസംഷനും നടത്തും. അതുപോലെ എയർ ഒരു ഐഡിയൽ ഗ്യാസ് ആണ് എന്നുള്ള ഒരു അസംഷനും നടത്തും. എയർ ഐഡിയൽ ഗ്യാസ് ആയാലുള്ള ഗുണം അതിന്റെ CP CV വാല്യൂസ് ഒന്നും ടെമ്പറേച്ചർ അനുസരിച്ച് വേരി ചെയ്യുന്നില്ല. CP CV വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആണ് എന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യും. ഈ രണ്ട് അസംഷന്റെ ബേസിസിൽ നമ്മൾ ഇതിന്റെ അനാലിസിസ് നടത്തുന്നത് കൊണ്ട് ഈ സൈക്കിൾസിനെ വിളിക്കുന്ന പേരാണ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ. അപ്പോൾ രണ്ട് അസംഷൻ ആണ് വരുന്നത്. എയർ ഈസ് ദ വർക്കിംഗ് മീഡിയം, എയർ ആണ് വർക്കിംഗ് മീഡിയം. അതുപോലെ എയർ ഈസ് ആൻ ഐഡിയൽ ഗ്യാസ്. ഇങ്ങനെ രണ്ട് അസംഷൻസ് നമ്മൾ നടത്തും. എയർ ഈസ് ആൻ ഐഡിയൽ ഗ്യാസ്, അതുപോലെ എയർ മാത്രമാണ് വർക്കിംഗ് മീഡിയം, അല്ലാതെ ഫ്യൂവൽ ഒന്നും നമ്മൾ അതിനകത്ത് ചേർക്കുന്നില്ല എന്നുള്ള ഈ രണ്ട് അസംഷൻ ചേർക്കുമ്പോഴത്തേക്കാണ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് എന്ന് അവരെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഡെറിവേഷൻസ് പ്രോബ്ലം ചെയ്യാനുള്ളത് രണ്ട് ടൈപ്പ് എയർ സ്റ്റാൻഡേർഡ് സൈക്കിളാണ്. അതിലെ ഒന്ന് ഓട്ടോ സൈക്കിൾ, അത് ഞാൻ പറഞ്ഞു, അത് പെട്രോൾ എഞ്ചിനകത്ത് യൂസ് ചെയ്യുന്ന സൈക്കിളാണ് ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത്. ഓട്ടോ സൈക്കിൾ എവിടെ യൂസ് ചെയ്യുന്നത്? പെട്രോൾ എഞ്ചിനിൽ. ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാം. അതുപോലെ രണ്ടാമത്തത് ഡീസൽ സൈക്കിൾ. ഡീസൽ സൈക്കിൾ അത് ഡീസൽ എഞ്ചിനകത്താണ്. പിന്നെ ഒരെണ്ണം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്, ഇവരുടെ രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷൻ, ഡ്യുവൽ സൈക്കിൾ. അതിൽ വിശദമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഗ്രാഫും തിയറി മാത്രം നോക്കിയാൽ മതി. ഡ്യുവൽ സൈക്കിൾ. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം ഇത് പഠിക്കുന്നതിന് മുമ്പ് ഇവരുടെ എല്ലാം ഒരു ബേസിക് സൈക്കിൾ ഉണ്ട്. നമ്മൾ തെർമോഡൈനാമിക്സിൽ പഠിച്ച ഇവരുടെ എല്ലാം ഒരു ബേസിക് ഒരു സൈക്കിൾ ഉണ്ട്. അതിനെ നമ്മൾ കാർനോട്ട് സൈക്കിൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആദ്യം അതിനെ കുറിച്ചൊന്ന് പറയാം. അതിന്റെ തിയറി ചിലപ്പോൾ ചോദിക്കാം. കാർനോട്ട് സൈക്കിൾ എന്തുവാന്ന് വെച്ചാൽ, കാർനോട്ട് സൈക്കിള് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു PV ഡയഗ്രാം വരയ്ക്കാം. കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ, ഒരു അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഒരു ഐസോതെർമൽ കംപ്രഷൻ, ഒരു അഡയബാറ്റിക് കംപ്രഷൻ, ഇങ്ങനെ 4 പ്രോസസ്സ് ചേരുന്നതാണ് ഒരു കാർനോട്ട് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത്
തെർമൽ എക്സ്പാൻഷൻ, ഇത് അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഈ പ്രോസസ്സ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഐസോതെർമൽ കംപ്രഷൻ, ഇത് അഡിയബാറ്റിക് കംപ്രഷൻ. ഇങ്ങനെ 4 പ്രോസസ്സ് ചേരുന്നതാണ് ഒരു കാർനോട്ട് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് കാർനോട്ട് സൈക്കിൾ. എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചാൽ പറയുക. ഇതിന്റെ എഫിഷ്യൻസി, നമ്മൾ ഇനി ഹീറ്റ് എഞ്ചിനുകളെ കുറിച്ചാണ് പൊതുവെ പഠിക്കുന്നത്. IC എഞ്ചിൻ എല്ലാം ഒരു ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെ കൺവേർട്ട് ചെയ്ത് വർക്കാക്കി മാറ്റുന്ന ഡിവൈസുകളെയാണ് പൊതുവെ ഹീറ്റ് എഞ്ചിനുകൾ എന്ന് വിളിക്കുന്നത്. അതിലൊരു വിഭാഗമാണ് IC എഞ്ചിൻ. അപ്പോൾ ഈ ഹീറ്റ് എഞ്ചിന്റെ പെർഫോമൻസ് നമ്മൾ പറയുന്നത് തെർമൽ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ടാണ്. ഈറ്റ തെർമൽ എന്ന് പറയും. തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യത്തില്ല. കൊടുക്കുന്ന ഹീറ്റിൽ ഒരു കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് വർക്കായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എത്ര വർക്ക് കിട്ടി ഡിവൈഡഡ് ബൈ എത്ര ഹീറ്റ് നമ്മൾ കൊടുത്തു, അതിനെയാണ് നമ്മൾ തെർമൽ എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ തെർമൽ എഫിഷ്യൻസിയുടെ ഡെഫിനിഷൻ വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട്. Q എന്ന് പറയുന്നത് ഹീറ്റ്, W എന്ന് പറയുന്നത് വർക്ക്. അപ്പൊ ഇതാണ് തെർമൽ എഫിഷ്യൻസി. ഇത് നമ്മുടെ കാർനോട്ട് സൈക്കിളിൽ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് തെർമോഡൈനാമിക്സിൽ പഠിച്ചതാണ്. 1 - ലോവർ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ഹയർ ടെമ്പറേച്ചർ. ഇത് ഒന്ന് ഓർത്തിരിക്കുക. 1 - ലോവർ ടെമ്പറേച്ചർ ബൈ ഹയർ ടെമ്പറേച്ചർ. ഇതാണ് കാർനോട്ട് സൈക്കിളിന്റെ തെർമൽ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആദ്യത്തെ കാര്യം, ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇതിൽ പറയാനുള്ളത്. നമുക്ക് ഇനി നേരെ ഓട്ടോ സൈക്കിളിലേക്ക് കിടക്കാം. ആദ്യത്തെ സൈക്കിൾ ഓട്ടോ സൈക്കിൾ. ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് പെട്രോൾ എഞ്ചിനിൽ യൂസ് ചെയ്യുന്ന സൈക്കിളാണ്. അതിനെ വേറൊരു പേരും വിളിക്കും, കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്നും വിളിക്കും. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാം. കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ. അപ്പോ ഇതിന്റെ ചോദ്യം ഇതായിരിക്കും, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് ആൻ ഓട്ടോ സൈക്കിൾ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ നമുക്ക് അത് നോക്കാം. ഓട്ടോ സൈക്കിളിന്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി തെർമൽ എഫിഷ്യൻസി തന്നെയാണ്. യഥാർത്ഥത്തിൽ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എയർ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്, എയറിനെ ഐഡിയൽ ഗ്യാസ് ആയിട്ടോ അല്ലെങ്കിൽ എയറിന്റെ മാത്രമാണ് എഞ്ചിനകത്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ അനലൈസ് നടത്താൻ അതിനെയാണ് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത്. അപ്പം തെർമൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആക്ച്വൽ കിട്ടുന്ന വാല്യൂ അനുസരിച്ച്, ആക്ച്വലി ഉള്ള കേസ് അങ്ങനെ അല്ലല്ലോ. അപ്പൊ ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. പൊതുവേ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തെർമൽ എഫിഷ്യൻസി തന്നെയാണ്, പക്ഷേ എയർ രണ്ട് അസംഷൻ നമ്മൾ എടുത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വൽ തെർമൽ എഫിഷ്യൻസിയും എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയും തമ്മിൽ ചെറിയ വ്യത്യാസം വരും, വാല്യൂവിൽ വ്യത്യാസം വരും. തെർമൽ എഫിഷ്യൻസിയുടെ വാല്യൂ, ആക്ച്വൽ തെർമൽ എഫിഷ്യൻസിയുടെ വാല്യൂ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയേക്കാൾ കുറച്ച് കുറവായിരിക്കും. അപ്പൊ നമുക്ക് എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഡിറൈവ് ചെയ്യാം, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് ആൻ ഓട്ടോ സൈക്കിൾ ഡിറൈവ് ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫ് കൺസിഡർ ചെയ്യാം. അതിലെ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഒരു അഡയബാറ്റിക് കംപ്രഷൻ. PV ഡയഗ്രാമാണ് നമ്മൾ വരയ്ക്കുന്നത്. എയർ സ്റ്റാൻഡേർഡ് ഓട്ടോ സൈക്കിളിന്റെ ഫസ്റ്റ് പ്രോസസ് 1 മുതൽ 2 വരെയുള്ള പ്രോസസ് അഡയബാറ്റിക് കംപ്രഷൻ. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ. കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോൾ നേരെ മേളിലോട്ട് വരും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രോസസ്സ്, കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ. ഹീറ്റ് അഡിഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫ്യൂവലിനെ കത്തിക്കുന്ന പ്രോസസ്സ് ആക്ച്വലി നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോൾ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ എന്ന് പറയുന്നത്, അതായത് ആ എയർ മീഡിയത്തിലേക്ക് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കും. അത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ് കൊടുക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്.
ആണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിനെ കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്ന് വിളിക്കുന്നത്. കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ കോൺസ്റ്റന്റ് വോളിയം സൈക്കിൾ എന്നും വിളിക്കുന്നത്. അടുത്തത് 3 മുതൽ 4 വരെ അഡയബാറ്റിക് എക്സ്പാൻഷൻ. അത് 1 മുതൽ 2ന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും അഡയബാറ്റിക് എക്സ്പാൻഷൻ 3 to 4. ഇനി അടുത്തത് 4 to 1 എന്ന് പറയുന്നത് 2 to 3യുടെ നേരെ ഓപ്പോസിറ്റ് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിമൂവൽ. കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിമൂവൽ അല്ലെങ്കിൽ ഹീറ്റ് റിജക്ഷൻ. ഇങ്ങനെ 4 പ്രോസസ്സ് ചേരുന്നതായിരിക്കും ഒരു ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എഴുതാം പ്രോസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രോസസ് 1 to 2. പ്രോസസ് 1 to 2 എന്ന് പറഞ്ഞാൽ അഡയബാറ്റിക് കംപ്രഷൻ. 2 to 3 എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ. ഹീറ്റ് നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. അടുത്തത് 3 to 4 എന്ന് പറയുന്നത് അഡയബാറ്റിക് എക്സ്പാൻഷൻ. അടുത്ത 4 to 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 പ്രോസസ്സ് ചേരുന്നതാണ് ഓട്ടോ സൈക്കിൾ. ഇനി ഇതിന്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി നമുക്ക് ഡിറൈവ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ ഹീറ്റ് റിജക്ഷൻ ആണ്, ഇവിടെ നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്യുവാണ്. QS-ഉം അതുപോലെ QR-ഉം. QS ഹീറ്റ് സപ്ലൈഡ്, QR ഹീറ്റ് റിജക്റ്റഡ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ജസ്റ്റ് വോളിയം ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ V1 എന്ന് പറയുന്ന വോളിയം ഉണ്ട്. അതുപോലെ 2ന്റെയും 3യുടെയും നേരെ താഴെയായിട്ട് V2 എന്ന് പറയുന്ന വോളിയവും ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഈ V2 എന്ന് പറയുന്നത് ക്ലിയറൻസ് വോളിയം ആയിരിക്കും. സിലിണ്ടറിന്റെ ക്ലിയറൻസ് വോളിയം ആയിരിക്കും V2 അല്ലെങ്കിൽ V3 എന്ന് പറയുന്നത്. V1 എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ ടോട്ടൽ വോളിയം ആയിരിക്കും. ഈ V1നും V2നും ഇടയ്ക്കാണ് പിസ്റ്റൺ സ്ട്രോക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പടത്തിൽ ബേസിക്സ് പറഞ്ഞ നമ്മളുള്ള പടത്തിൽ കാണിച്ചതാണ്. V1നും V2നും ഇടയ്ക്കാണ് പിസ്റ്റൺ സ്ട്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ V1നും V2നും ഇടയ്ക്കുള്ള ലെങ്ത് സ്ട്രോക്ക് ലെങ്തും V1നും V2നും ഇടയ്ക്കുള്ള വോളിയം എന്ന് പറയുന്നത് സ്വെപ്റ്റ് വോളിയവും ആയിരിക്കും. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇതിനിടയ്ക്കുള്ള വോളിയം എന്ന് പറയുന്നത് സ്വെപ്റ്റ് വോളിയവും ആയിരിക്കും. അതിപ്പോ നമുക്ക് ആവശ്യമില്ല, കണക്ക് ചെയ്യാനാണ് അത് ആവശ്യമുള്ളത്. ഇപ്പൊ നമുക്ക് ഡെറിവേഷൻ ചെയ്യാം. അതുപോലെ ഒരു വാല്യൂ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഈ V1/V2നെ നമ്മൾ കംപ്രഷൻ റേഷ്യോ എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം. V1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയമാണ്, സിലിണ്ടറിനകത്തെ ടോട്ടൽ വോളിയമാണ്. അതുപോലെ V2 എന്ന് പറയുന്നത് ക്ലിയറൻസ് വോളിയവുമാണ്. പിസ്റ്റൺ ഏറ്റവും മേളിൽ ചെല്ലത്തില്ല, അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ വോളിയം നിൽക്കും എന്നൊക്കെ പടത്തിൽ കാണിച്ചു തന്നു, ആ വോളിയമാണ്. അപ്പോ ടോട്ടൽ വോളിയം ബൈ ക്ലിയറൻസ് വോളിയം, ഇതിനെ വിളിക്കുന്ന പേര് കംപ്രഷൻ റേഷ്യോ എന്നാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ IC എഞ്ചിന്റെ കംപ്രഷൻ റേഷ്യോ. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ r ആണ്. കംപ്രഷൻ റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്ന അക്ഷരം സ്മോൾ r വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ തിയറി ആയിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് ഡെറിവേഷനിലേക്ക് കിടക്കാം. ഇനി ഹീറ്റ് സപ്ലൈഡിന്റെയും ഹീറ്റ് റിജക്റ്റഡിന്റെയും ഇക്വേഷൻ കൂടെ എഴുതാം. ഹീറ്റ് സപ്ലൈഡ് അത് നമുക്ക് അറിയാം. അത് എവിടുന്ന് എവിടം വരെയാണ് ഹീറ്റ് സപ്ലൈഡ് വരുന്നത്? 2 മുതൽ 3 വരെയാണ് ഹീറ്റ് സപ്ലൈഡ് വരുന്നത്. അത് കോൺസ്റ്റന്റ് വോളിയത്തിലാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നതെന്നും പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹീറ്റ് സപ്ലൈഡിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. mCV ΔT എന്നാ പഠിച്ചിട്ടുള്ളത്. അത് 2 മുതൽ 3 വരെ ആയതുകൊണ്ട് T3 മൈനസ് T2 എന്ന് എഴുതണം. ഇതാണ് ഹീറ്റ് സപ്ലൈഡിന്റെ ഇക്വേഷൻ. CV എടുക്കാൻ കാര്യം കോൺസ്റ്റന്റ് വോളിയത്തിലായതുകൊണ്ടാണ്. അടുത്തത് ഇതുപോലെ QR നമുക്ക് എഴുതാം. അതും കോൺസ്റ്റന്റ് വോളിയത്തിലാണ്. അപ്പൊ mCV പ്രോസസ് 4 മുതൽ 1 വരെയാണ്. അപ്പൊ T4 മൈനസ് T1 എന്ന് എഴുതണം. അപ്പൊ നമുക്ക് ഹീറ്റ് സപ്ലൈഡും ഹീറ്റ് റിജക്റ്റഡും കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. എയർ സ്റ്റാൻഡേർഡ്
എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ. അതിനെ നമ്മൾ ഈറ്റ ഓട്ടോ എന്ന് പേരിട്ടു. ഇതിന്റെ ഡെറിവേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത്രയും ഡെറിവേഷൻ ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കണം. ഗ്രാഫ് വരച്ച് പ്രോസസ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇത് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് തുടങ്ങാം. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി നമുക്കറിയാം. തെർമൽ എഫിഷ്യൻസി ഇക്വേഷൻ ഈറ്റ ഓട്ടോ തെർമൽ എഫിഷ്യൻസി തന്നെയാണ്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട് എന്നാണ് ജനറൽ ഇക്വേഷൻ വരുന്നത്, തെർമൽ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. അപ്പൊ ഇവിടുത്തെ കേസിൽ നമുക്കറിയാം വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ആയിരിക്കും വർക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. കൊടുക്കുന്ന ഹീറ്റ് മൈനസ് റിജക്ട് ചെയ്ത് പോകുന്ന ഹീറ്റ്, അതാണ് വർക്കായിട്ട് മാറുന്നത്. അപ്പൊ ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. ഹീറ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഹീറ്റ് സപ്ലൈഡ് ആണ്. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റും. ഈസിക്കൽ ടു സ്പ്ലിറ്റ് ചെയ്താൽ 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്ന് എഴുതാൻ പറ്റും. ഇനി അടുത്തത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടെ ഇവിടോട്ട് എഴുതാം. ഈറ്റ ഓട്ടോ ഈസിക്കൽ ടു 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ഈസിക്കൽ ടു, ഇനി ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡിന്റെ വാല്യൂ നമ്മൾ എഴുതി MCV T4 മൈനസ് T1 എന്നാണ്, ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് MCV T3 മൈനസ് T2 എന്നുമാണ്. ഈ MCV നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ വരുന്നത് 1 മൈനസ് T4 മൈനസ് T1 ഡിവൈഡഡ് ബൈ T3 മൈനസ് T2 എന്ന് വരും. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യുക. ഇവിടുത്തെ T3ക്കും T2നും നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾ നോക്കുക, ഈ പ്രോസസ്സ് 1, 2 എടുക്കുക. പ്രോസസ് 1 to 2 എന്ന് എടുക്കുക. ഗ്രാഫ് നോക്കുക. പ്രോസസ് 1 to 2 അതൊരു അഡയബാറ്റിക് പ്രോസസ് ആണ്. 1 to 2 എന്ന് പറയുന്നത് ഒരു അഡയബാറ്റിക് പ്രോസസ് ആണ്. അഡയബാറ്റിക് പ്രോസസ്സിൽ നമുക്കറിയാം T2 by T1 എന്ന് പറയുന്നത് V2 by V1 the whole raised to 1 minus gamma എന്ന് പറഞ്ഞു അഡയബാറ്റിക് പ്രോസസ്സിൽ. അപ്പോ നമുക്ക് എഴുതാം പ്രോസസ് 1 to 2 ഒരു ഇക്വേഷൻ എഴുതി. T2 by T1 is equal to V1 by V2 raised to gamma minus 1. നമ്മൾ 1 മൈനസ് ഗാമ എന്നാ ഞാൻ നേരത്തെ പറഞ്ഞത്, പക്ഷെ അത് V2 by V1 ആവുമ്പോഴാണ്. ഇവിടെ V1 by V2 ആണ്. ഇപ്പൊ V1 by V2 raised to gamma minus 1. ഈ V1 by V2 നമുക്കറിയാം അത് കംപ്രഷൻ റേഷ്യോ ആണ്. അപ്പൊ R raised to gamma minus 1 എന്ന് കിട്ടും. കംപ്രഷൻ റേഷ്യോയ്ക്ക് R എന്നാണ് പേര് കൊടുത്തേക്കുന്നത്. അപ്പൊ R raised to gamma minus 1 എന്ന് V1 by V2 എഴുതാൻ പറ്റും. ഇതിൽ നിന്ന് T2 is equal to നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ T1 into R raised to gamma minus 1 എന്ന് എഴുതാം. കാരണം ഈ T1 ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ കൊണ്ടുവരിക. V1 by V2 ഇവിടെ നമ്മൾ R എന്ന് കൊടുത്തത്, ഈ സ്ഥാനത്തിന് R എന്ന് കൊടുത്തു. T1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. T2 is equal to T1 into R raised to gamma minus 1. അത് അവിടെ ഇരിക്കട്ടെ. ഒന്നാമത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കട്ടെ. ഇതുപോലെ പ്രോസസ് 3 to 4 നമ്മൾ എടുക്കുക. പ്രോസസ് 3 to 4. പ്രോസസ് 3 to 4 നമ്മൾ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അതും ഒരു അഡയബാറ്റിക് പ്രോസസ് ആണ്. 3 to 4 എന്ന് പറയുന്നതും അഡയബാറ്റിക് പ്രോസസ് ആണ്. അഡയബാറ്റിക് പ്രോസസ്സിൽ നമുക്ക് T3 by T4 എടുക്കാം. T3 by T4 എടുത്താൽ V4 by V3 raised to gamma minus 1 എന്ന് എഴുതാൻ പറ്റും. നോക്കാം. പ്രോസസ് 3 to 4. T3 by T4 is equal to V4 by V3. നമ്മൾ ഇവിടെ എഴുതിയത് കണക്ക് നോക്കിയാൽ മതി. ഇവിടെ T2 by T1 is equal to V1 by V2 എന്ന് എഴുതി. അതുപോലെ ഇവിടെ T3 by T4 is equal to V4 by V3 the whole raised to gamma minus 1. ഇനി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ V4 എന്ന് പറയുന്നത് V1 ഈക്വലും V3 എന്ന് പറയുന്നത് V2 ഈക്വലുമാണ്. അപ്പോ V4 by V3 എന്നുള്ളതിന് പകരം നമുക്ക് V1 by V2 എന്ന് തന്നെ എഴുതാം. V1 by V2. V4 എന്ന് പറയുന്നത് V1 ആണ്, V3 എന്ന് പറയുന്നത് V2 ആണ്.
ഇൻറ്റു റൈസ് ടു ഗാമ മൈനസ് 1. ഇനി നമുക്കറിയാം V1/V2 എന്ന് പറയുന്നത് R ആണ്, കംപ്രഷൻ റേഷ്യോ ആണ്. ഇപ്പൊ കംപ്രഷൻ റേഷ്യോ R റൈസ് ടു ഗാമ മൈനസ് 1. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് T3 കണ്ടുപിടിക്കുക. T3 = T4 ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. T4 ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. T4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ T4 ഇൻറ്റു R റൈസ് ടു ഗാമ മൈനസ് 1 എന്ന് കിട്ടും. ഇത് നമുക്ക് ഇക്വേഷൻ ബി എന്ന് പേര് കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഇക്വേഷൻ എയും കിട്ടി, ഇക്വേഷൻ ബിയും കിട്ടി. ഇക്വേഷൻ എ എന്ന് പറയുന്നത് T2ന്റെ വാല്യൂവും ഇക്വേഷൻ ബി എന്ന് പറയുന്നത് T3യുടെ വാല്യൂ ആണ്. ഈ രണ്ട് വാല്യൂ എടുത്ത് ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ T3ക്കും T2നും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് കൊടുക്കാം therefore eta auto is equal to 1 minus T4 minus T1 ന്യൂമറേറ്ററിൽ അതേ കണക്ക് എഴുതുക. T3ക്ക് വാല്യൂ കൊടുക്കുക. T3ക്ക് T4 ഇൻറ്റു R റൈസ് ടു ഗാമ മൈനസ് 1 മൈനസ് T2ന് T1 ഇൻറ്റു R റൈസ് ടു ഗാമ മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഡിനോമിനേറ്ററിൽ T4 minus T1 divided by ഡിനോമിനേറ്ററിൽ ഒരു R റൈസ് ടു ഗാമ മൈനസ് 1 നമുക്ക് കോമൺ എടുക്കാം. ഇവിടെയും കോമൺ എടുക്കാം. അപ്പൊ അത് കോമൺ എടുത്താൽ R റൈസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് T4 മൈനസ് T1 എന്ന് വരും. അപ്പോ ഈ T4 മൈനസ് T1ഉം ഈ T4 മൈനസ് T1ഉം കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞാൽ അവസാനം കിട്ടുന്നത് 1 മൈനസ് 1/R റൈസ് ടു ഗാമ മൈനസ് 1. ഇതാണ് ഓട്ടോ സൈക്കിളിന്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി. ഇപ്പൊ കാണാതെ പഠിച്ചു വെച്ചേക്കുക. ഇതാണ് ഓട്ടോ സൈക്കിളിന്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. 1 മൈനസ് 1/R റൈസ് ടു ഗാമ മൈനസ് 1. R എന്ന് പറയുന്നത് കംപ്രഷൻ റേഷ്യോ ആണ്. അപ്പൊ നമുക്കിത് നോക്കുമ്പോൾ മനസ്സിലാവും, കംപ്രഷൻ റേഷ്യോ കൂടുവാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി എങ്ങനെ കൂടുവോ കുറയുമോ എന്നുള്ളത് നോക്കാൻ പറ്റും. അപ്പൊ ഇവിടെ R എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ 1 മൈനസ് 1/, എന്നുള്ള രൂപത്തിൽ കിടക്കുവാണ്. അപ്പൊ കംപ്രഷൻ റേഷ്യോയുടെ വാല്യൂ കൂടുവാണെങ്കിൽ ഈ 1/, ആ വാല്യൂ കുറയും. അപ്പൊ 1 മൈനസ് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അതിന്റെ മൊത്തത്തിലുള്ള വാല്യൂ കൂടും. അതായത് കംപ്രഷൻ റേഷ്യോ കൂട്ടിയാൽ നമുക്ക് ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി അല്ലെങ്കിൽ തെർമൽ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ സ്പോർട്സ് ബൈക്കുകളിൽ ഒക്കെ കംപ്രഷൻ റേഷ്യോ വളരെയധികം കൂട്ടിവെക്കുന്നത്. അപ്പോൾ കംപ്രഷൻ റേഷ്യോ പക്ഷേ കൂട്ടിയാലുള്ള ഒരു കുഴപ്പം എന്ന് പറയുന്നത് ഫ്യൂവലിന്റെ ക്വാളിറ്റിയെയും കൂടെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓവറായിട്ട് കംപ്രഷൻ റേഷ്യോ കൂട്ടുകയാണെങ്കിൽ നോക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഉണ്ടാവും. അത് അബ്നോർമൽ കമ്പസിൻ ആണ്. വേണ്ടാത്ത രീതിയിലുള്ള ഒരു കമ്പസിൻ എഞ്ചിനകത്ത് നടക്കുന്നതിനാണ് നോക്കിംഗ് എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ അത് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ കംപ്രഷൻ റേഷ്യോ കൂട്ടുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. പെട്രോൾ എഞ്ചിന് മാക്സിമം പോസിബിൾ ആയിട്ട് വരുന്നത് 12:1 എന്ന് പറയുന്ന കംപ്രഷൻ റേഷ്യോ മാക്സിമം പോസിബിൾ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഇവിടുത്തെ നോർമൽ ബൈക്കുകളിലൊക്കെ 10:1, 11:1 വരെയൊക്കെ മാക്സിമം എടുക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ പെട്രോളിന്റെ ഒക്കെ ക്വാളിറ്റി അനുസരിച്ച്. അപ്പോൾ ഇതാണ് ഓട്ടോ സൈക്കിളിന്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇതാണ് അതിന്റെ ഡെറിവേഷൻ, എഴുതി പഠിച്ചോളുക. അടുത്തത് നമുക്ക് ഇതുപോലെ ഡീസൽ സൈക്കിളിന്റെ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കൂടെ ഡെറൈവ് ചെയ്യാം. അങ്ങനെ അടുത്തത് ഡീസൽ സൈക്കിൾ. അത് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഡീസൽ എഞ്ചിനകത്താണ്. ഇതിനെ മറ്റൊരു പേര് വിളിക്കും കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് വിളിക്കും. കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ. അതിന്റെ ഗ്രാഫ് നമുക്ക് നോക്കാം. വി ഡയഗ്രാം പഴയതുപോലെ തന്നെ 1 to 2 എന്ന് പറയുന്നത് അഡയബാറ്റിക് കംപ്രഷൻ. 1 to 2 അഡയബാറ്റിക് കംപ്രഷൻ. അത് കഴിഞ്ഞ് 2 to 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ്
സപ്ലൈ ആണ് ഹീറ്റ് അഡിഷൻ, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷർ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഓട്ടോ സൈക്കിളിൽ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ ആയിരുന്നു, ഇവിടെ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ ആണ്. ബാക്കി എല്ലാം പഴയതുപോലെ. 2 to 3, 3 to 4 അഡയബാറ്റിക് എക്സ്പാൻഷൻ. അത് കഴിഞ്ഞ് 4 to 1 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. കോൺസ്റ്റന്റ് വോളിയം നേരെ താഴോട്ട് 4 to 1. ഒന്നുകൂടെ പറയാം. 1 to 2 അഡയബാറ്റിക് കംപ്രഷൻ, നിങ്ങൾ കർവ്ഡ് ലൈൻ ആയിട്ട് വരയ്ക്കുക. 2 to 3 കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് സപ്ലൈ. 3 to 4 അഡയബാറ്റിക് എക്സ്പാൻഷൻ. 4 to 1 കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. ഇവിടെ ഹീറ്റ് സപ്ലൈ, ഇവിടെ ഹീറ്റ് റിജക്ഷൻ. ഇപ്പം ഇവിടുത്തെ വോളിയം നമുക്ക് മാർക്ക് ചെയ്താൽ ഇവിടെ V1, ഇവിടെ ക്ലിയറൻസ് വോളിയം V2, ഇവിടെ വേറൊരു അഡീഷണൽ ഒരു വോളിയം കൂടെ വരുന്നുണ്ട്, അത് V3. ഈ 2 മുതൽ 3 ആണ് നമ്മൾ കട്ട് ഓഫ് എന്ന് വിളിക്കും. 2 മുതൽ 3 എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് കട്ട് ഓഫ് എന്നാണ്. അപ്പൊ അവിടുത്തെ ഒരു റേഷ്യോ ഉണ്ട്, പുതിയൊരു റേഷ്യോ കൂടെ വരും, അതിനെ നമ്മൾ കട്ട് ഓഫ് റേഷ്യോ എന്നും കൂടെ വിളിക്കും. അപ്പൊ അതും കൂടെ നമ്മൾ മാർക്ക് ചെയ്യാം, നമുക്ക് ഗ്രാഫിൽ എഴുതാം. അപ്പൊ നേരത്തെ നമ്മൾ കംപ്രഷൻ റേഷ്യോ പഠിച്ചു. കംപ്രഷൻ റേഷ്യോ നമുക്കറിയാം V1/V2 ആണ്. അതുപോലെ പുതിയൊരു റേഷ്യോയും കൂടെ വരുന്നുണ്ട്, അതിനെ നമ്മൾ കട്ട് ഓഫ് റേഷ്യോ എന്ന് വിളിക്കാം. കട്ട് ഓഫ് റേഷ്യോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന റോ എന്നാണ്. ഇതിന്റെ വാല്യൂ V3/V2 എന്നാണ്. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. കംപ്രഷൻ റേഷ്യോയുണ്ട്, കട്ട് ഓഫ് റേഷ്യോയുണ്ട്, V3/V2. ഇനി നമുക്ക് പ്രോസസ്സുകളുടെ കാര്യം പറയാം. പ്രോസസ്സ് 1 to 2, 1 to 2, 1 to 2 അഡിയബാറ്റിക് കംപ്രഷൻ. അഡിയബാറ്റിക് കംപ്രഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഹീറ്റ് സപ്ലൈയോ റിജക്ഷനോ ഒന്നുമില്ല, ഹീറ്റ് ഇല്ലാതെയാണ് കംപ്രഷൻ നടക്കുന്നത്. അടുത്ത 2 to 3. 2 to 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷർ അല്ലെ ഐസോബാറിക് ഹീറ്റ് സപ്ലൈ. 3 to 4 അഡിയബാറ്റിക് എക്സ്പാൻഷൻ. 4 to 1 കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. അപ്പൊ ഇങ്ങനെ 4 പ്രോസസ്സുകളാണ് വരുന്നത്. അതിൽ മാറ്റം, നേരത്തെ നിന്നുള്ള ചേഞ്ച് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈ ആണ് വരുന്നത്. ഇനി ഹീറ്റിന്റെ ഇക്വേഷൻ എഴുതാം. ഹീറ്റ് സപ്ലൈ കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട് mCp ΔT എന്ന് എഴുതണം. T3 - T2. അതുപോലെ ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് അത് കോൺസ്റ്റന്റ് വോളിയത്തിലായതുകൊണ്ട് mCv T4 - T1. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക, നിങ്ങൾക്ക് അറിയാം Cp/Cv നമ്മൾ ഗാമ എന്നാണ് വിളിക്കുന്നത്. ഈ ഗാമ എന്ന് പറഞ്ഞാൽ അഡിയബാറ്റിക് ഇൻഡെക്സ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അത് സ്പെസിഫിക് ഹീറ്റുകൾ തമ്മിലുള്ള റേഷ്യോയും ആയിരിക്കും. Cp/Cv ആയിരിക്കും ഗാമ എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് ഡെറിവേഷൻ നോക്കാം. ഡെറിവേഷൻ ഫോർ eta diesel, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് ഡീസൽ. അപ്പൊ നമുക്കറിയാം eta diesel is equal to heat W work output divided by heat input എന്നാണ്. വർക്ക് ഔട്ട്പുട്ട് നമുക്കറിയാം ഹീറ്റ് സപ്ലൈഡ് മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ആണ് വർക്ക്, ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ഈസ് ഈക്വൽ ടു നേരത്തെ പോലെ തന്നെ 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് ഈസ് ഈക്വൽ ടു, ഇനി ഇക്വേഷൻ എഴുതുക, 1 മൈനസ്
MCV T4 minus T1 heat rejected in value divided by heat supplied in MCP T3 minus T2 എന്ന് എഴുതണം. എമ്മും കൂടെ കട്ട് ചെയ്തു, CP കട്ട് ചെയ്ത് പോകത്തില്ല, പകരം നമുക്ക് CP/CVയുടെ വാല്യൂ നമ്മൾ എഴുതണം. അപ്പൊ CP/CV എന്ന് പറയുന്നത് ഗാമയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ കിട്ടും 1 മൈനസ് 1 ഗാമ. ഈ CP/CVക്ക് നമ്മൾ ഗാമ എന്ന് കൊടുത്തു, ഇവിടുത്തെ CP/CVക്ക് നമ്മൾ ഗാമ എന്ന് കൊടുത്തു. അപ്പൊ 1 ഗാമ ഇൻറ്റു ബാക്കി വാല്യൂസ്, ബാക്കി വരുന്നത് T4 മൈനസ് T1 ഡിവൈഡഡ് ബൈ T3 മൈനസ് T2 ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ അടുത്ത പേജ് എടുക്കാം. ഒന്നുകൂടി ഇക്വേഷൻ എഴുതുകയാണ്. ഈറ്റ diesel is equal to 1 minus 1 gamma into T4 minus T1 divided by T3 minus T2. ഇനി നമ്മൾ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. അപ്പൊ അതിന് ഇവിടെ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് T4, T3, T2 ഇവരെ 3 പേരെയും T1ന്റെ ടേമിലോട്ട് ആക്കിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ പ്രോസസ്സുകളായിട്ട് എടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രോസസ് 1 to 2 എടുക്കണം. പ്രോസസ് 1 to 2 നമുക്കറിയാം അഡയബാറ്റിക് കംപ്രഷൻ ആണ്. അവിടുത്തെ റിലേഷൻ വരുന്നത് T2/T1 is equal to V1/V2 the whole raised to gamma minus 1 എന്നാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാ. V1/V2 എന്ന് പറയുന്നത് R ആണ്. അപ്പൊ R raised to gamma minus 1 എന്ന് വരും. അപ്പൊ T2 is equal to T1 into R raised to gamma minus 1 എന്ന് വരും. ഇത് നേരത്തെ ചെയ്ത സ്റ്റെപ്പാണ്. അപ്പൊ ഇത് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. T2ന്റെ വാല്യൂ കിട്ടി T1ന്റെ ടേമിൽ. ഇതുപോലെ നമുക്ക് ഇനി പ്രോസസ് 2 to 3 എടുക്കാം. പ്രോസസ് 2 to 3 നമുക്കറിയാം അത് കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് ആണ്, ഐസോബാറിക് പ്രോസസ് ആണ്. അവിടുത്തെ റിലേഷൻ വരുന്നത് ഐസോബാറിക് പ്രോസസിന്റെ റിലേഷൻ വരുന്നത് നമുക്കറിയാം V2/T2 is equal to V3/T3 ഇങ്ങനെയാണ് വരുന്നത് ഐസോബാറിക് ആയതുകൊണ്ട്. ഇത് ബേസിക്സിൽ ഞാൻ പറഞ്ഞു തന്നതാ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് T3/T2 എന്തോന്ന് എഴുതുക. T3/T2 is equal to V3/V2 എന്ന് എഴുതാൻ പറ്റും. ഇനി V3/V2 എന്ന് പറയുന്നത് നമുക്കറിയാം റോ ആണെന്നറിയാം. V3/V2 എന്ന് പറയുന്നത് റോ ആണ്. അങ്ങനെയാണെങ്കിൽ T3 is equal to T2 into റോ എന്ന് കിട്ടും. ഇതിൽ തന്നെ T2ന്റെ വാല്യൂ ഓൾറെഡി നമ്മൾ T1ന്റെ ടേമിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ T1 into R raised to gamma minus 1 into റോ എന്ന് കിട്ടും. അപ്പം നമുക്ക് T3യുടെ വാല്യൂവും കിട്ടി. ഇത് ഇക്വേഷൻ 2 എന്ന് പേര് കൊടുക്കുക. അപ്പൊ നമുക്കിപ്പോ T2ന്റെ വാല്യൂ കിട്ടി, അതുപോലെ T3യുടെ വാല്യൂവും കിട്ടി T1ന്റെ ടേമിൽ. അടുത്തത് പ്രോസസ് 3 to 4 എടുക്കാം. പ്രോസസ് 3 to 4 അത് അഗെയിൻ നമുക്കറിയാം അഡയബാറ്റിക് പ്രോസസ് ആണ്. അഡയബാറ്റിക് പ്രോസസ് വരുമ്പോൾ T4/T3 is equal to V3/V4 raised to gamma minus 1 ഇങ്ങനെയാണ് വരുന്നത്. T4/T3 is equal to V3/V4 raised to gamma minus 1. ഇനി ഇവിടെ ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഈ V3/V4 is equal to V3/V2 into V2/V4 ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. കാരണം V2 കട്ട് ചെയ്ത് പോയാൽ ഇങ്ങനെ തന്നെ വരും. ഇതിൽ തന്നെ V3/V2 എന്നുള്ളത് റോയുമാണ്. V2/V4 എന്ന് പറയുന്നത് 1/R ആണ്. അത് നിങ്ങൾ നോക്കിയാൽ മതി. V4 എന്ന് പറയുന്നത് V1, അപ്പൊ V2/V1 എന്ന് വരും. ഇത് V4 എന്ന് പറയുന്നത് V1 ആണ്. അപ്പൊ V2/V1 എന്ന് പറഞ്ഞാൽ അത് 1 കംപ്രഷൻ റേഷ്യോ 1/R ആണ്. അപ്പൊ ഇതിന്റെ ഫൈനൽ ആൻസർ ρ/R എന്ന് വരും. അപ്പൊ ഈ വാല്യൂ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ρ/R എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം. കാരണം V3/V4ന്റെ വാല്യൂ ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ വാല്യൂ എടുത്ത് നമുക്ക് ഇവിടെ കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് T4/T3 is equal to V3/V4 നമുക്ക് ρ/R the whole raised to
ഗാമ മൈനസ് 1 ഇങ്ങനെ കിട്ടും. ഇതിൽ നിന്ന് T4 ഈസ് ഈക്വൽ ടു T3 ഇൻറ്റു റോ ബൈ ആർ ദ ഹോൾ റൈസ് ടു ഗാമ മൈനസ് 1. ഇനി T3ക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. T3 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. T1 ഇൻറ്റു ആർ റൈസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു റോ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻറ്റു ബാക്കിയുള്ളത് റോ ബൈ ആർ. അപ്പൊ റോ റൈസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു ആർ റൈസ് ടു ഗാമ മൈനസ് 1 ഇങ്ങനെ കിട്ടും. അപ്പൊ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും ഇതും കൂടെ കട്ട് ചെയ്ത് പോകും. ഇനി റോ ഇൻറ്റു റോ റൈസ് ടു ഗാമ മൈനസ് 1. അപ്പൊ എക്സ് റൈസ് ടു എം ഇൻറ്റു എക്സ് റൈസ് ടു എൻ, എക്സ് റൈസ് ടു എം പ്ലസ് എൻ. അപ്പൊ റോ റൈസ് ടു 1 ഇൻറ്റു റോ റൈസ് ടു ഗാമ മൈനസ് 1, 1ഉം മൈനസ് 1ഉം കൂടെ കട്ട് ചെയ്ത് പോയിട്ട് അവസാനം കിട്ടുന്നത് T1 ഇൻറ്റു റോ റൈസ് ടു ഗാമ എന്ന് കിട്ടും. അപ്പൊ ഇത് T4ന്റെ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. അപ്പൊ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. T2ന്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് T1 കിട്ടി, T3യുടെ വാല്യൂ ഇൻ ടേംസ് ഓഫ് T1 കിട്ടി, അതുപോലെ T4ന്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് T1 കിട്ടി. ഈ ഇത്രയും വാല്യൂസ് എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈറ്റ ഡീസലിന്റെ ഫൈനൽ ഇക്വേഷൻ എഴുതാം. ഈറ്റ ഡീസൽ is equal to 1 minus 1 by gamma T4 minus T1 divided by T3 minus T2. ഇതില് T4ന് T3ക്ക് T2ന് ഇത്രയിന് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് 1 by gamma ഇൻറ്റു T4ന്റെ വാല്യൂ T1 ഇൻറ്റു റോ റൈസ് ടു ഗാമ minus T1 the whole divided by T3യുടെ വാല്യൂ T3യുടെ വാല്യൂ T1 ഇൻറ്റു റോ ഇൻറ്റു ആർ റൈസ് ടു ഗാമ മൈനസ് 1 മൈനസ് T2ന്റെ വാല്യൂ T1 ഇൻറ്റു ആർ റൈസ് ടു ഗാമ മൈനസ് 1 ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് 1 മൈനസ് 1 by gamma ഇൻറ്റു നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമുക്ക് T1 ഇവിടുന്ന് കോമൺ എടുക്കാം, അതുപോലെ T1 ഇവിടുന്ന് കോമൺ എടുക്കാം. ഈ കോമൺ എടുത്ത രണ്ട് കാര്യങ്ങൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആയതുകൊണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ T1 എല്ലാം കട്ട് ചെയ്ത് പോയി. പിന്നെ ബാക്കി വരുന്നത് ഇവിടെ അടിയിൽ ഡിനോമിനേറ്റർ നോക്കിയാൽ ഇവിടെ ഒരു റോ ആർ റൈസ് ടു ഗാമ മൈനസ് 1 ഇവിടെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ഡിനോമിനേറ്ററിൽ കോമൺ എടുക്കാം. അപ്പൊ ഇക്വേഷൻ വരുന്നത് 1 by ആ കോമൺ എടുത്തത് 1 by ആർ റൈസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു ഇനി ബാക്കിയുള്ളത് റോ റൈസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ റോ മൈനസ് 1 ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഈറ്റ ഡീസലിന്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ എ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കുക, കാണാതെ പഠിച്ചു വെച്ചിരിക്കുക.